അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നടാ. ഇവിടെ എവിടെയാണ് ഇരിക്കാറ്? അമ്മച്ചീര പരാതി എഴുതണം. ആർക്കാ എഴുതേണ്ടത്? ഈ പയ്യന്. ഇയാൾക്ക് അതല്ല, ആർക്കാ എഴുതേണ്ടതെന്ന്. ഈ കണ്ണാടി വെച്ച ഇവനാ എഴുതണ്ടേ? എടാ യവൻ ആരടാ? വലിയച്ഛന്റെ മോനാ. ഇവന് ഭ്രാന്തായ? അതുണ്ടല്ലോ. എടാ ഇത് ഏത് ഓഫീസിൽ കൊടുക്കാനാണെന്ന്? അതാണോ ചോദിച്ചത്? KSRTCക്കാണ് പരാതി. ഓ അങ്ങനെ പറ. അതെ. എന്താ ജോലി? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ചൊച്ചോയോ? എന്നിട്ടാണ് ഒരു അപേക്ഷ എഴുതാൻ അറിഞ്ഞൂടാത്തത്? ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം. നീ ആയിട്ടത് മാറ്റണ്ട. ഇല്ലില്ല. എന്താ പരാതി? കേരളത്തിലെ എല്ലാ KSRTC കംഫർട്ട് സ്റ്റേഷനും വൃത്തിയായി സൂക്ഷിക്കണം. ഹുക്ക് വെക്കണം. പുകവലിക്കരുത്, മുറുക്കി തുപ്പരുത്. മാത്രമല്ല കടാകടിയനായ ഒരു സെക്യൂരിറ്റി ഏത് സമയം വിന്യസിപ്പിക്കണം. പിന്നെ ഭിത്തിയിൽ ആരും നമ്പർ എഴുതിയിടരുത്. വിനോദ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതെന്താ? എടാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഒരു തോർത്ത്, ഒരു സോപ്പ്, ഒരു എണ്ണ കുളിമുറിയിൽ വേണം. അതുകൂടെ ഒന്ന് എഴുതിക്കോ. കുളിപ്പിക്കാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കാടാ. സൂപ്പർ. നല്ല പദ്ധതിയാ. അതെ അതെ. ആലോചിക്കുന്ന ഇവിടെ ഇട്ടൊരു ഒപ്പിട്. ആ പേര് മറന്നല്ല. എത്രയാ മച്ചി? ഞാൻ ഇടണ്ടേ? 20. ഈ പിടിച്ചേ. മച്ചി ഐശ്വര്യട്ട് വെച്ചോളൂ. 200 ഇരിക്കട്ടെ. 40-40 കൊല്ലമായി ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പ്രശ്നം അല്ല, ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട്. അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. നാട് നന്നാക്കാൻ എല്ലാവരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ്. മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നീ പാടാണെന്ന് പൈസ വേണമെങ്കിലേ കരയണം. കരഞ്ഞാലേ കിട്ടൂ. പുസ്തകത്തിന് വലയടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാളെന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദേ, വേണ്ട. അർത്ഥം വീഡിയോ കാണിച്ചില്ല. നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ടൊന്ന് തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മള് ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. UAE KSRTC കൊണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും വൈശാഖ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. പോകാം. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ചെയ്തടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ? എന്റെ ഫോണല്ലേ എന്റെ കയ്യിൽ. അതെ അതെ. എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയെന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഒന്ന് പോടാ അവിടുന്ന്. വൈശാഖ
പറഞ്ഞത്? ആവശ്യമില്ലാത്ത ആശ ഒന്ന് പറ്റിക്കണം. ഇവിടെ എവന്റെ പരാതി എവന്റെ മുന്നിൽ വെച്ചിട്ട് വലിച്ചു കയറണം. വൈശാഖ വിടാൻ. വിടില്ല. വൈശാഖ, ഒരു സാധാരണക്കാരന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ, പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട്. പിടിച്ചോ, ഒന്നുകൂടി പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. മതിയാ, പറ്റിക്കോ, പറ്റിക്കില്ലേ? മതിയല്ലേ? പാടാ വൈശാഖ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ സമൂഹത്തിൽ നീ ഒരുപാട് നാറി. എന്താ ആദ്യമായിട്ട് കേൾക്കുന്നല്ലേ? പക്ഷെ നീ നാറി അത്ര ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. ഇതേത് വൈബന്റെ ഈശ്വര? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങിയ യുവാവസ്ഥനം ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. പിറ്റേന്ന് മന്ത്രിമാർ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. അതൊക്കെ അനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നീ തീയിടണം. എവിടാ? KSRTC. തീടാനോ? ജസ്റ്റ് ഒന്ന് തീപ്പിടി ഉറച്ചിട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം കത്തിക്കേറുകളും പഴയ സാധനങ്ങളല്ലേ? അത് കത്തിക്കോളും. അത് പക്ഷെ വലിയ പ്രശ്നമാവൂടാ. പ്രശ്നമാവണം. എടാ, എന്നിട്ട് നീ പോലീസുകാരോടും മന്ത്രിമാരോടും പറയണം, അവർ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേരും, ഒപ്പിട്ടേരും, ഹോട്ടലിൽ പൂട്ടിക്കും. എന്താ? എങ്കിൽ ഒരു യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ വൈശാഖ. എപ്പോഴേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? സ്റ്റോപ്പ്. സർക്കാർ വണ്ടിയാ, ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ചാൻസ് ആണിത്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അണ്ണാക്കി പിരിയോട്ടിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചു തരാം, ഞാൻ ശരിയാക്കി തരട്ടാ. ആ, വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യേണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണം. എടാ നേരെ ചൊവ്വ പണിയടാ. ഓ സുരേഷ്, നമുക്ക് ചായ കുടിക്കാം. നീ പറഞ്ഞേ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇല്ലാതെ എങ്ങനെ പോകും? എടാ ഇതുകൊണ്ട് ഇട്ടിട്ട് പാടാ. അതൊക്കെ പിന്നെ ഇട്ടാ എന്തോന്നത് ഇത്? ഇന്നത്തെ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇന്നലത്തെ ഞാനല്ലേ കൊടുത്തത്? പിന്നെ ഒന്ന് കൊടുക്കാൻ മടിയെന്ത്? ഇന്നും കൂടെ ഞാൻ കൊടുക്കും. പിന്നെ നാളെ ചായ പത്രം കുടിച്ചാൽ പറയാം. പൊറോട്ട ഇറച്ചി കൂടി കഴിച്ചാൽ നാളെ മുതൽ നീ കൊടുക്കണം കേട്ടോ. മതി, താല്പര്യം. എൻ്റെ പേര് വിനോദ്. ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി. മാവേലിക്കരയാണ് സ്വദേശം. അച്ഛൻ്റെ പേര് പ്രശാന്തൻ, അമ്മയുടെ പേര് ശാരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ. വിനോദിനോട് കളിക്കില്ലേ കേട്ടോ. CCTV. എന്തൊരു ചിരി.
മതി, ഇത്രയും മതി. ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പോയുടെ 4 വണ്ടിയുടെ ചില്ല് മാത്രമല്ല, പിന്നെ ഇതിനിടയിൽ നീ വേറെ പോയി പൊട്ടിച്ച? ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല. ഓ, ഇനി പോലീസ് കേസെടുക്കും. പതുക്കെ അന്വേഷണം വരും. വരട്ടെ, പതുക്കെ അന്വേഷണം നിന്നിലോട്ട് വരും. അതും വരട്ടെ. അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവരും വരട്ടെ. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ് അത്. ഞാൻ എന്തിനും റെഡിയാണ്. എന്തിനും. ഞാൻ അത്രക്കില്ല. ഐ ആം റെഡി. കൂടെ ഉണ്ട് ഞാൻ. എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കും. ആടാ അത്? പിന്മാതൽ നിയമനമായിരുന്നു. PSC എഴുതാതെ പുള്ളി ജോലിക്ക് ഇരിക്കണത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ട ഞാൻ താർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കണേ. അതെ. ഇത് കൗരി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ആയിക്കോട്ടെ. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരെങ്കിലും പൊട്ടിച്ചേ? ഞങ്ങളല്ല സാർ. ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിളില്ല ഞാൻ. എല്ലാത്തിനും നോക്കും. സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? ആ, അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല. എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ്. സാർ ചില്ല്. ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. കൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ. പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്. അതാണ്. ആഹാ, പേടിക്കണ്ട. പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ.